എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസം വിശേഷം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു ആകപ്പാടെ പ്രശ്നത്തിലാണ്. കാരണം ടെന്റ് കെട്ടി ടെറസിന്റെ മുകളില് വർഷയെ ശ്രീകാന്തും കൂടെ കിടന്ന് ഇതിന്റെ പേരില് വീട്ടിലാകപ്പെടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തിന് ടെറസിൽ പോയി ടെന്റ് കയറ്റി കിടന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം വെറുതെ ഒരു രസത്തിന് പോയി കിടന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ ശ്രീകാന്തും അങ്ങനെ തടിയൂരുവാണ്. പക്ഷെങ്കിൽ പ്രശ്നം അവിടെയും കൊണ്ട് അങ്ങനെ തീർന്നില്ല. കഷ്ടകാലം എന്ത് പറയാനായിട്ട് വർഷ ടെന്റ് എടുക്കാനായിട്ട് ടെറസിലേക്ക് പോണ സമയത്ത് വർഷയുടെ അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ വിളിച്ചിട്ട് എവിടെയാ എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും വർഷ പറയുന്നുണ്ട് ഞാൻ ടെന്റ് അടിച്ചുകൊണ്ടിരിക്കുവാന്ന്. അപ്പൊ അവര് വിചാരിച്ചെന്താ വീട്ടിൽ നിന്ന് പുറത്താക്കി, അപ്പം ടെറസിന്റെ മുകളിൽ പോയി ടെന്റ് കെട്ടി കിടക്കുവാന്നൊക്കെ അവര് വിചാരിച്ച. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? തന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു എന്ന വീട്ടില് റൂമില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സമ്മതമേറ്റിപ്പോയി. പിന്നീട് മധുസൂദനോട് പറഞ്ഞു, അതെ നമ്മുടെ മോൾക്ക് അവിടെ ഒരു വിലയില്ല, അവളിവിടെ എങ്ങനെ കഴിഞ്ഞിരുന്ന, എന്നിട്ട് അവൾക്കോ അവിടെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അവള് കിടക്കുന്നേ, അവൾക്ക് റൂം പോലും ഇല്ല, ടെറസിന്റെ മുകളിൽ അവള് കിടക്കുന്നൊക്കെ പറയാം. മധുസൂദൻ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ പറഞ്ഞു, അവൾ അനുഭവിക്കട്ടെ, അവള് ചെന്ന് വരുത്തി വെച്ചതല്ലേ ഓരോന്നൊക്കെ. അതിന്റെ കാര്യമല്ലേ ഉള്ളൂ. അവളോടന്നെ അന്നേ പറഞ്ഞ വേണ്ടാന്ന്, നമുക്ക് ചേരുന്ന ബന്ധമല്ലാന്ന്. അപ്പം അവൾക്ക് ഈ ബന്ധം തന്നെ മതി, പ്രണയമാണ് ഏതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ ചാടിപ്പോയതല്ലേ. എന്നിട്ടിപ്പോ റൂമില്ലാതെ കിടക്കട്ടെ, വെളിയിൽ പോയി കിടക്കട്ടെ എന്ന് പറയാം. പക്ഷെ എനിക്കത് പറ്റില്ല. കാരണം എന്റെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഇപ്പൊ ഇതൊക്കെ പറയും, നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരും ഇല്ലാതെ പോകും. ഒറ്റ മോളേ ഉള്ളൂ, താഴത്തും തലയിലും വെക്കാതെ വളർത്തിയതാ. അപ്പൊ എനിക്ക് അവളെ വേണം. ഞാൻ ചെന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ സമയത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞേ, പൊന്നു പോലെ നോക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതല്ലേ എന്നൊക്കെ പറയാ. മധുസൂദനൻ പറഞ്ഞു, നീ പോയി ചോദിച്ചോണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല, ചോദിച്ചോണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യം ഇരിക്കുന്നേ. അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, പ്രണയിച്ച് കെട്ടിയതല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. വീട്ടുകാരെയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ സ്വന്തം അച്ഛനും അമ്മേനും തള്ളി പറഞ്ഞ് പോയവർക്കൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെയാ കിട്ടാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ് മധുസൂദൻ. പക്ഷെ മഹിമയ്ക്ക് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റിയില്ല. മഹിമ നേരെ ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അവളെ കാണാനായിട്ട്, വർഷേനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. വർഷേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹിമ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വർഷയുടെ വിചാരം എന്താ, അമ്മ തന്നെ കാണാൻ വന്നാന്ന് ഓർത്തോണ്ട. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം എന്ന് പറഞ്ഞ് മഹിമേനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ബാമ ഇരിക്കാനൊക്കെ പറയാണ്. ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹിമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മഹിമ വെച്ചു, എവിടെ ഇരിക്കണം, ഞാൻ എവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞാട്ട്, ഇവിടെ ഇരിക്കണോ അതോ ടെറസിന്റെ മുകളിൽ പോയിരിക്കണോ എന്ന് ചോദിക്കുക. അപ്പൊ ഈ ടെറസ് അവരുടെ മനസ്സിൽ കിടക്കുവാണ്. ടെറസിലാണോ തലേദിവസം രാത്രി അവർ ഉറങ്ങിയത്. പക്ഷെങ്കില് വർഷയ്ക്കൊന്നും മനസ്സിലായില്ല. അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നു. അമ്മയോ, ഇതെന്താ അമ്മ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ബാമ ഇരിക്കാനൊക്കെ പറയണ. ഇതേ ചോദ്യം തന്നെ അവൻ ശ്രീകാന്തിനോടും പറയാണ്. ശ്രീകാന്ത് ചോദിച്ചു, അല്ലമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എങ്ങനെ പറയണം, എന്റെ മോളെ ഞാൻ എങ്ങനെ നോക്കിയെന്നറിയാവോ, നീ ഒറ്റ ഒരുത്തം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നീ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവസാനം അവളുടെ അവസ്ഥ കണ്ടോന്ന് ചോദിക്കുക. ശ്രീകാന്തിന് കാര്യം എന്തായാലും മനസ്സിലായില്ല. ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ ഞാൻ അവളെ നന്നായിട്ട് തന്നെ നോക്കണം എന്ന് പറയാം. പിന്നെ നന്നായിട്ട് നോക്കുന്നു, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറയാം. ആ സമയത്ത് രേവതി അങ്ങോട്ട് വന്നു. രേവതി പറഞ്ഞു, ആന്റിയോ ബാ ഇരിക്കുക, ഞാൻ ചായ എടുത്തോണ്ട് വരാന്ന് പറയണം. അതെ, നിങ്ങളുടെ സൽക്കാരം ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി വന്നല്ല ഞാന്, എനിക്കിപ്പൊ തന്നെ പോണമെന്ന് പറയാം. ഞാൻ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി. വർഷയും രേവതിയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാനോ അമ്മ എന്തൊക്കെയാ പറയണേന്ന് വർഷ ചോദിക്കണം. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതിയൊക്കെ വരുക. അവർക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. ചന്ദ്രമതി ഓടി വന്നിട്ട് പറഞ്ഞു, ഇതെന്താ എങ്ങനെ നിക്കണേ, വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ഇരിക്കണ മര്യാദയില്ലേ രേവതി, ഇതെന്താ ഇവര് ഇരുത്താത്ത, ചായയൊക്കെ എടുത്തോണ്ടൊന്ന് കൊടുക്കാൻ വരായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. ആ സമയം പറഞ്ഞു, അതെ ഞാൻ ഇരിക്കാനും നിൽക്കാനൊന്നും വന്നതല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ നിങ്ങൾ നല്ലപോലെ നോക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ട് പോയത് അറിയാലോ. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ, അവളെ നല്ല രീതിയിലല്ലേ നോക്കണേ. നല്ല രീതിയിൽ നോക്കണ പോലും ഇങ്ങനെയാണോ നിങ്ങൾ നല്ല രീതിയിൽ നോക്കണേന്ന് ചോദിക്കും. ഇപ്പൊ അവൾക്കൊരു കുഴപ്പമൊന്നും ഇല്ലോ, പിന്നെ എന്തിനാ മഹിമ നീ ഇങ്ങനെ പറയണെന്ന് ചോദിക്കോ. ഒരു കുഴപ്പമില്ല പോലും, അവൾ എവിടെയാ കിടന്നുറങ്ങിയത്, ഇന്നലെ ടെറസിന്റെ മുകളിലല്ലേ കിടന്നുറങ്ങിയെന്ന് ചോദിക്കുക. അത് ശരിയാ, ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങിയത്. അവൾക്ക് ഇവിടെ ഒരു മര്യാദയില്ല, അവൾക്ക് ഇവിടെ കിടക്കാണ്ട് ഒരു മുറി പോലും ഇല്ല. എനിക്കിതൊക്കെ അറിയാം, ഞാനിതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ മോളെ അങ്ങനെ ഇവിടെ വന്ന്
അല്ലെങ്കിൽ പണി ചെയ്യാനോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ കിടക്കാനൊന്നും അല്ല ഞാൻ ആറ്റുനോറ്റ് എൻ്റെ മോളെ ഇത്രയും കാലം നോക്കി വളർത്തിക്കൊണ്ട് വന്നേ. അറിയാലോ, അവൾക്ക് നല്ല ഒന്നാം തന്നെ ഒരു വീടുണ്ട്, അവിടെ അവള് കിടന്നോളും. അവളെ ഞാൻ വിളിച്ചോണ്ട് പോവാൻ വന്നാന്ന് പറയണ. ചന്ദ്രമതി പറഞ്ഞു, ഇതേ ഇങ്ങനൊന്നും പറയല്ല, അവള് എങ്ങോട്ട് പോകാൻ, അവൾ ഈ കുടുംബത്തിന്റെ മരുമോളാ, അവൾ ഇവിടെയാ നിൽക്കണ്ടേ. എന്താ മഹിമ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിക്കണം. മഹിമ പറഞ്ഞു, കൂടുതൽ നിങ്ങൾ അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് വാ വർഷ നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ വർഷയുടെ കയ്യിലേക്ക് അവിടെ കയറി പിടിക്കുക. ഈ സമയത്താണ് സച്ചിയുടെ വരവ്. സച്ചി വന്നിട്ട് ചോദിച്ചാൽ എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. ഓ നീ വന്നോ ഇങ്ങോട്ട്, നീ കാരണമാ എൻ്റെ മോളെ എനിക്ക് ഇങ്ങോട്ട് വേണ്ട ഏറ്റവും മടിയായിരുന്നേ. ഇത് കേട്ടതും സച്ചി ഇങ്ങനെ അമ്പരപ്പോട് നോക്കിയാണ്. പിന്നീട് മഹിമ പറഞ്ഞു, എൻ്റെ മോൾക്ക് ഇവിടെ ഒരു മുറി പോലും ഇല്ലെന്നായി, എൻ്റെ മോള് ശ്രീകാന്ത് കൊണ്ട് ടെറസിന്റെ മോളല്ലേ ഇന്നലെ കിടന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, ആണെങ്കിൽ ഇപ്പൊ എന്താന്ന് ചോദിക്കുക. ഓ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ലേ, നീ എല്ലായിടം മുറി പൂട്ടി കീയുമായിട്ട് പോയത്. ഇത് കേട്ടത് സച്ചി രേവതിനെ ഒന്ന് നോക്കുകയാണ്. രേവതിക്ക് അവർക്ക് ആർക്കും മനസ്സിലായില്ല ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അല്ല അതൊക്കെ എങ്ങനെ. മഹിമ പറഞ്ഞു, എന്റെ മോൾ എന്നോട് വിളിച്ചു പറഞ്ഞു ടെറസിന്റെ മുകളിലാ കിടന്നേന്ന്, അതും ടെന്റ് കെട്ടി കിടക്കുവന്ന്. ഈ വീട്ടിൽ അവൾക്കൊരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരു മുറിയെങ്കിലും കിട്ടുമായിരുന്നല്ലോ, അതുപോലും ഇല്ലോന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, കാര്യം അതല്ല, അവര് ടെറസിന്റെ മുകളിലാ കിടന്നേ, അതാ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടാണോ എന്റെ മോളെ ടെറസിന്റെ മുകളിലേക്ക് വിട്ടെ, അതിന്റെ കാര്യമില്ലായിരുന്നു. നിങ്ങളെല്ലാവരും സൂചിച്ച് മുറി കയറി കിടക്കുന്ന സമയത്ത് എന്റെ മോൾ അങ്ങനെ മഞ്ഞ് തണുപ്പ് അടിച്ച് അങ്ങനെ ടെറസിന്റെ മുകളിൽ കിടന്നില്ലേ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അതെ നിങ്ങളുടെ മോളെ കയ്യിലിരിപ്പോണ്ട, അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അതേടാ നീ കൂടെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് സച്ചിയുടെ നേർക്ക് കുറച്ചുകൊണ്ട് ചാടുവാണ് മഹിമ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ദേ നമുക്ക് ഇരുന്ന് സമാധാനത്തിൽ സംസാരിക്കാം, ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ പറയുന്ന ഭാഷയാണ് പറയുന്നത്. അമ്മേ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, കാരണം അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കുന്ന ഒരു സ്വഭാവമാണ് മഹിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മഹിമയോട് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നും മനസ്സിലായി, പറഞ്ഞിട്ട് തലയിലേക്കോട്ട് കയറുന്നില്ല, പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വന്നപ്പം എല്ലാവർക്കും ദേഷ്യം വന്നു. കാരണം മഹിമയോട് പറഞ്ഞൊന്നും മനസ്സിലാക്കിയാനും പറ്റുന്നില്ല. തലേദിവസം നടന്ന കാര്യം എന്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷെ മഹിമ അത് വിശ്വസിക്കാനും കൂട്ടാക്കുന്നില്ല. ഈ സമയത്ത് മഹിമ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഈ വീട് കെട്ടാൻ വേണ്ടിയിട്ട്, ഈ രണ്ടാം നിലയൊക്കെ പണിയാൻ വേണ്ടിയിട്ട് എന്റെ ഏട്ടന്റെ മുന്നിൽ വന്നത് നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ കൈ നീട്ട് തന്ന പണത്തിന് വേണ്ടിയിട്ട്, അത് ഞാൻ ഇപ്പോഴും മറന്നു പോയിട്ടില്ലെന്ന് പറയണ. ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിയോട്. ചന്ദ്രമതി ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുക. എല്ലാവരുടെയും മുമ്പിലാന്ന് ഓർക്കണം ഇങ്ങനെയൊക്കെ പറയണേ, ഇതിൽ ഒരു നാണക്കേട് വേറെയുണ്ടോ. എന്നിട്ട് അങ്ങോട്ട് ദേഷ്യം തീരാഞ്ഞിട്ട് അവര് പറഞ്ഞു, അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്നൊരു കാര്യം ചെയ്യണമായിരുന്നു, മുറി പിടിക്കണൊക്കെ സമയത്ത് നിങ്ങൾ 2 മുറി എക്സ്ട്രാ പണിയിടായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ മേലായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അറിയാൻ മേലായിരുന്നോ മുറി കുറവ്. കാരണം ഈ 3-4 പിള്ളേരൊക്കെ ഉണ്ടാക്കിയിടുമ്പോൾ അവർക്ക് മുറി വേണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പിള്ളേരെ ഉണ്ടാക്കാൻ പാടുള്ളായിരുന്നു പറയണം. ചന്ദ്രമതിയുടെ മുഖത്ത് അടിയേറ്റ ഇത്ര ബുദ്ധിമുട്ട് അവർക്കില്ല, അതുപോലെ ചന്ദ്രമതിക്ക് 2 കർണത്ത് മാറി മാറി തന്നാലും കർണത്ത് അടിച്ചതിന്റെ വേദനയുള്ളൂ. പക്ഷെ ഇതല്ല, അതിനപ്പുറത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത് ചന്ദ്രമതിക്ക്. എന്ത് ചെയ്യാൻ പറ്റും, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പക്ഷെ സച്ചി അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞേ, എന്റെ അച്ഛന് അതിനനുസരിച്ച് കുട്ടികളെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, റൂമിനനുസരിച്ച്. നിങ്ങൾ ആള് കൊള്ളാലോ. അതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസയൊന്നും അല്ലല്ലോ നിങ്ങൾ എടുത്തു കൊടുത്തേ, അത് ഗവൺമെന്റിന്റെ പൈസയല്ലേ, എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത സമ്പാദ്യ, അതല്ലേ ചോദിച്ചേ, അല്ലാതെ നിങ്ങളുടെ തറവാട്ട് വീട്ടിൽ നിന്നല്ലേ എടുത്തു തന്നേന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, സച്ചി നീ ഒന്നും മിണ്ടായിരിക്കുക, ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചി വിട്ടുകൊടുത്തില്ല. സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു. സച്ചി പറഞ്ഞു, നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്, അതും ഇങ്ങനെയൊക്കെ നിനക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അതൊക്കെ വെറുതെ തന്നെയാ, നിങ്ങളുടെ മോളല്ലേ നിൽക്കുന്നേ. ഓ നിങ്ങളുടെ വീട് വലിയ വീടായിരിക്കും, 8-10 മുറി കാണുമായിരിക്കും, അപ്പൊ നിനക്ക് 8-10 മക്കളും കാണൂല അല്ലേന്ന് ചോദിക്കുക. അല്ല എല്ലാ മുറിയിലും മക്കള് വേണമല്ലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല മഹിമയ്ക്ക്. മഹിമ അല്ലാതെ നിൽക്കുവാണ്. രേവതി പറഞ്ഞു, സച്ചേട്ടൻ മതിയെന്ന് പറയണം. മതിയെന്നോ, എങ്ങനെ മതിയെന്ന് ഇവര് പറഞ്ഞ എന്താ. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ വേറെ ആരെ കുറിച്ച് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട് എന്റെ അച്ഛനെ. പിന്നെ എന്റെ അച്ഛനെ ഇൻസൾട്ട് ചെയ്താൽ പിന്നെ എനിക്ക് സഹിച്ചുകൊണ്ട് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. ചന്ദ്രമതി നിർത്തടാന്ന് പറയണം. നിർത്താനോ, നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടോണ്ട് മിണ്ടായിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് പറ്റില്ല എന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ സച്ചേട്ടാ എന്ന് പറയണം. തെറ്റിദ്ധാരണ അല്ലേലും നിനക്ക് നിന്റെ ഭാര്യ വീട്ടുകാരാണല്ലോ വലുത്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്റെ അച്ഛനും ഈ കുടുംബവും വലുതെന്ന് പറയണം. ഈ സമയം ആ മഹിമയ്ക്ക് ദേഷ്യം വന്നു. ഓഹോ ഇവന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഞാൻ വന്നേ, ഞാൻ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നേ. ബാ മഹി ബാ
വർഷയെന്ന് പറഞ്ഞോണ്ട് വർഷയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സച്ചി പറഞ്ഞു പോയിക്കോ പോയിക്കോ. ഇതേ വർഷേനെ മാത്രമല്ല അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോ ശ്രീകാന്തിനെ, രണ്ടും കൂടെ അത് പോയി തന്നാ മതി എന്ന് പറയണം. അതേടാ അത് മനസ്സിലായി, അതിനു വേണ്ടിയിട്ടാണല്ലോ നീ മുറിയൊക്കെ പൂട്ടിയിട്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സച്ചി പറഞ്ഞു അതെ മുറി പൂട്ടിയിട്ടു, മുറി കൊടുക്കാനും പോകുന്നില്ല, എന്താ എന്ത് വേണമെന്ന് ചോദിക്കുവാണ്. എനിക്കറിയാടാ എന്റെ മോളെ അങ്ങനെ ഇവിടെ കൊണ്ട് നടതള്ളിയതൊന്നും അല്ല ഞാൻ, എനിക്കറിയാന്ന് പറഞ്ഞിട്ട് വർഷയുടെ കൈയും പിടിച്ചങ്ങ് തിരിയുമ്പത്തേനും വേണം അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ ചോദിച്ചു എന്താ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും മഹിം പറഞ്ഞു ഞാൻ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണം. മോളെ കൂട്ടിക്കൊണ്ട് പോവാനാ, അതിന് മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത്, ബാ കേറിയിരിക്കുക, നമുക്ക് ഇരുന്ന് സാവധാനത്തിൽ സംസാരിക്കാന്ന് പറയണം. അല്ലെങ്കിലും രവീന്ദ്രൻ എപ്പോഴും സമാധാനത്തിന്റെ പാതയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹിമ അകത്തേക്ക് കയറി ചെന്നു. ഇനി കാര്യം പറ. അത് പിന്നെ എന്താന്ന് വെച്ചാല് എന്റെ മോളെ ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുമെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ, എന്നിട്ട് അവൾക്ക് കിടക്കാൻ റൂമെങ്കിലും കൊടുത്തോ, അവൾ ടെറസിന്റെ മുകളിലല്ലേ പോയി കിടന്നേന്ന് വെക്കും. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അതിപ്പോ ആരുടെ കുഴപ്പം കൊണ്ടാ, അത് അവരുടെ കുഴപ്പം കൊണ്ടല്ലേന്ന് ചോദിക്കും. അവരുടെ കുഴപ്പം അതെ. ഇത് കേട്ടൻ രവീന്ദ്രൻ ചോദിച്ചു അല്ല ഈ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ, എന്നോട് വർഷ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. വർഷ പറഞ്ഞു എന്റെ അമ്മേ ഞാൻ വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയാവോ, അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ടെന്റ് എടുക്കാണ്ട് മുകളിലാന്ന് പറഞ്ഞു, പക്ഷേങ്കില് ആ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുറി ഉണ്ടായിരുന്നു, മുറി കിടക്കാനായിട്ട് അമ്മയൊക്കെ മുറി തന്നു, പക്ഷേങ്കില് ടെന്റ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ടെറസിന്റെ മുകളിൽ വെറുതെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാ പോയി കിടക്കാനായിട്ട് പോയെന്ന്. പക്ഷെ അത് പറയാനായിട്ട് അമ്മ കൂട്ടാക്കിയോ, അതിനു മുമ്പ് അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് പോയില്ലേന്ന് ചോദിക്കാം. അത് ആരുടെ കുഴപ്പമാണെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് മുറിയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അച്ഛന്റെ അമ്മയുടെ മുറി ഞങ്ങൾക്ക് കിടക്കാൻ തന്നായിരുന്നു, പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ടെന്റും വാങ്ങിയില്ലോ എന്നോർത്തുകൊണ്ട് ഞങ്ങൾ മുകളിൽ പോയി കിടന്നാന്ന് പറയാണ്. ഇത് കേട്ടതും മഹിമയുടെ മുഖം കൊണ്ട് മാറി. പെട്ടെന്ന് രേവതി ഒരു സംശയമുണ്ട് നോക്ക്, അച്ഛനും അമ്മയും ഹാളിലാണ് കിടക്കുന്നത്, ഈ കട്ടിലും ബെഡും കിടക്കുന്ന കണ്ടില്ലേ അവരുടെ മുറിയാണ് വർഷ ശ്രീകാന്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ മഹിമയ്ക്ക് പിന്നെ എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഈ സമയം സച്ചു പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ, ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് അങ്ങോട്ട് കിടന്ന് പറയാൻ തുടങ്ങും. അല്ലേലും നിങ്ങളെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഈ കാള പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് കയറ് എടുത്തുകൊണ്ട് ചാടി പുറപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പോരാന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു അതിന് നീ എന്തൊക്കെയാ എന്നെ പറഞ്ഞേ, അതെ നിങ്ങളെ പറയുമല്ല നിങ്ങളോട് പ്രവർത്തിക്കുക ചെയ്യണ്ടേ, അമ്മാതിരി വർത്താനമല്ലേ നിങ്ങൾ പറഞ്ഞേ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും മഹിമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മഹിമ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവനെ പോലുള്ള ഒരുത്തനുള്ള വീട്ടിൽ ഒരു നിമിഷം പോലും എന്റെ മോളെ ഞാൻ നിർത്തിക്കൊണ്ട് നിൽക്കില്ല എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു അതെ അവൻ എന്തെങ്കിലും അറിയില്ലായ്മ കൊണ്ട് പറഞ്ഞു ഓർത്തോണ്ട്. അതിന് ഈ സമയം രേവതി പറഞ്ഞു അതെ സച്ചേട്ടൻ അങ്ങനെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, സച്ചേട്ടൻ പറഞ്ഞു എന്തുകൊണ്ടാ, അച്ഛനെ പറഞ്ഞോണ്ടല്ലേ, പിന്നെ സച്ചേട്ടൻ അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോ ചന്ദ്രമതി രേവതി നീ ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിക്കും. എന്തിന് സച്ചേട്ടനെ പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കണം, ഞാൻ സച്ചേട്ടന്റെ ഭാര്യ, സച്ചേട്ടനെ ആരെയും കുറ്റം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ന്യായമുള്ള കാര്യത്തിനൊപ്പം സച്ചേട്ടൻ നിന്നിട്ടുള്ളൂ, പിന്നെ സച്ചേട്ടനെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് പറയണം. ഈ സമയം മഹിമ പറഞ്ഞു ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു ഒത്തോണ്ട അതിന്റെ അല്ല, നിങ്ങളുടെ വായിരിക്കുന്ന നാക്ക് ശരിയല്ല, നിനക്ക് നിങ്ങളുടെ മോള് വലുതാണെങ്കിലേ എനിക്ക് എന്റെ അച്ഛനും ഈ കുടുംബം വലുതാ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയാം. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒന്നും രണ്ട് വഴക്കായി കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ, മതി സച്ചി നീ അകത്ത് കയറി പോകാൻ പറയണം. അച്ഛൻ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട, നീ അകത്തേക്ക് കയറി പോ, ഇത് എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം, നീ ഇവിടെ ഒന്നും വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നേ. പിന്നീട് രേവതി പറഞ്ഞു ബാ സച്ചിയേട്ടാ നമുക്ക് കയറി പോവാന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൈയും പിടിച്ചിട്ടും കൂടി പോകണം. സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു വന്നിരുന്നേ. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മഹിമ നിൽക്കുകയാണ്. അവസാനം ചന്ദ്രമതി മഹിമയോട് പറഞ്ഞു അതെ മഹിമ മുറിയിലേക്ക് ചെല്ലും മോളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മഹിമയുടെ ഒരു വിധത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇടുന്ന വിശേഷമാണ് ഞാൻ ഉച്ചയ്ക്ക് ഇടുന്ന കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷം ഒറിജിനൽ വിശേഷം തന്നെയാണതേ, മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.